ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള, എന്നാലും ഭയങ്കരമായിട്ട് നമുക്ക് ഉപകരിക്കുകയും ചെയ്യുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മൾ ചാർജറിൻ്റെ മുകളിൽ അടിയിൽ സ്റ്റാൻഡൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ഫോൺ മുകളിലായിരിക്കുമല്ലോ ചാർജ് ചെയ്ത് വെക്കുക, ചാർജറിൻ്റെ മുകളിൽ തന്നെ. ഇങ്ങനെ വെക്കുന്നത് ഒരിക്കലും സേഫ് അല്ല. എൻ്റെ ഒരു ഫോൺ ചില്ല് പാത്രം പൊട്ടി ഉടയുന്നത് പോലെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിയിൽ സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ, നമ്മളിപ്പോൾ എവിടെ യാത്ര പോവുകയാണെങ്കിൽ ട്രെയിനിലൊക്കെ തന്നെ നമുക്കിങ്ങനെ സ്റ്റാൻഡൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് വേറൊരു ഫോൺ കാണിക്കാനില്ല, ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് ഞാൻ റിമോട്ട് വെച്ചിട്ട് കാണിച്ചു തരാവേ. അപ്പം ഇതേപോലെ നമ്മൾ ചാർജർ ഇങ്ങനെ കുത്തിയിട്ട ശേഷം ഇതേപോലെ ആ വയറൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പിന്ന് ചാർജറിൻ്റെ മുകളിലേക്കായിട്ട് കുത്തി കൊടുക്കുമല്ലോ. ഞാൻ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ റബ്ബർ ബാൻഡ് കുടുക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫോണാകുമ്പം കുറച്ച് വെയിറ്റ് ഉള്ളതിനെ കൊണ്ട് നല്ല രീതിക്ക് തന്നെ നിൽക്കും. ഇതേപോലെ ഫോൺ നമ്മൾ മുകളിലേക്ക് ഇട്ട ഒരു വയറിൻ്റെ അതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പിന്ന് ഫോണിൻ്റെ മുകളിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് താഴത്തെ വീണ് പോവുകയില്ല. നമ്മളിപ്പോൾ എവിടെ യാത്ര പോവുകയാണെങ്കിലോ ട്രെയിനിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ എളുപ്പത്തിൽ ചാർജ് ചെയ്യാനും പറ്റും കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെ ഫ്രിഡ്ജിൽ നമ്മൾ എന്തെങ്കിലും ഇറച്ചിയോ മീനോ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പം ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. ഞാനിപ്പം എനിക്ക് ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ഞാനിവിടെ പാലിൻ്റെ പാട വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പാലിൻ്റെ പാട കുറച്ച് ദിവസം അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഭയങ്കര ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സ്മെല്ല് വരുമ്പോൾ ഇതേപോലത്തെ ഒരു തുണ്ട് കഷ്ണം ന്യൂസ് പേപ്പർ എടുക്കുക. ചെറിയൊരു കഷ്ണം, നല്ല ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയുള്ള ന്യൂസ് പേപ്പർ ആയിരിക്കണം കേട്ടോ. അതിനുശേഷം നോർമലായിട്ടുള്ള നമ്മളെ പച്ച വെള്ളത്തിലേക്ക് ഈ ഒരു പേപ്പർ ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. ഇത്ര വിസ്താരമുള്ള പാത്രം എടുക്കണ്ട കേട്ടോ, അത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലം വേണമല്ലോ ഈ ഒരു പാത്രം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മളെ പേപ്പർ ഒന്ന് എടുക്കുക. പിഴിഞ്ഞ് കളയണ്ട, ജസ്റ്റ് അതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഉറ്റിപ്പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു കുഞ്ഞു പാത്രത്തിൻ്റെ മൂടിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പം പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ ഈ ഒരു പേപ്പറിൻ്റെ അകത്തേക്ക് അങ്ങ് അബ്സോർബായി പോകും. അങ്ങനെ ബാഡ് സ്മെല്ല് പിന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ അതിങ്ങനെ മാറ്റി കൊടുക്കുക. അടുത്തൊരു ടിപ്പാണ്, ഇതേപോലെ നമ്മൾ ബർണറൊക്കെ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യും. പക്ഷേ എങ്കിൽ ഈ ഒരു ബർണറിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിൽ നന്നായിട്ട് കരട് ഉണ്ടാവും കേട്ടോ, വീണ് കിടക്കുന്നുണ്ടാവും. ഈ ഒരു കരട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഗ്യാസ് ശരിക്കും കത്തത്തില്ല കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ്. ഇതേപോലത്തെ ഒരു സ്പൂൺ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കോൾഗേറ്റ് ആണ്. ഒരു പിഞ്ചളവിൽ കോൾഗേറ്റ് എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലപോലെ ഒന്ന് കലക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പഴയ സോക്സാണ്. വീട്ടിൽ പഴയ സോക്സൊക്കെ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണി എടുത്താലും മതി. ഞാൻ ഇപ്പോൾ എടുക്കുന്നത്, നമുക്ക് ഈ ഒരു സ്പൂൺ ഈ ഒരു സോക്സിൻ്റെ അകത്തേക്ക് എളുപ്പത്തിൽ നിൽക്കുമല്ലോ, അങ്ങനെ വീണ് പോയില്ലല്ലോ. അപ്പം ഞാൻ ഈ ഒരു സോക്സിൻ്റെ അകത്തേക്ക് ഈ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു റബ്ബർ ബാൻഡ് അതിൻ്റെ മുകളിലേക്ക് കുടുക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു വെള്ളത്തിലേക്കൊന്നത് ഡിപ്പ് ചെയ്ത ശേഷം ഈ ഒരു ഗ്യാസിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നല്ല പോലെ ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അവിടെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും. പിന്നെ ഈ ഒരു കരടൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ നല്ല രീതിക്ക് തന്നെ ഗ്യാസ് കത്തുകയും ചെയ്യും കേട്ടോ. അധികം ഗ്യാസ് ചിലവാക്കുകയോ അല്ലെങ്കിൽ ഗ്യാസ് പെട്ടെന്നൊന്നും തീർന്നു പോവുകയൊന്നുമില്ല കേട്ടോ. ഈ ഒരു കരട് എപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ എൻ്റെ ഇവിടെ ഇങ്ങനെ അഴുക്കുണ്ടായിരുന്നു, അതൊക്കെ ഞാനിതാ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അവസാനം നല്ലൊരു തുണി വെച്ചിട്ട് ഈ ഒരു വെള്ളമൊക്കെ തുടച്ച് കളയണേ, അത് മറക്കാതെ തന്നെ ചെയ്യണം കേട്ടോ. അവിടെ വെള്ളം ഒട്ടും പാടില്ല. ഒരു വെള്ളം നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കാനും ശ്രമിക്കുക. എന്തെങ്കിലും കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യുക കേട്ടോ. അതാ ഞാനിവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു തുണി വെച്ചിട്ട് ഇത് തുടച്ചെടുക്കണം. അടുത്തായിട്ടുള്ളൊരു ടിപ്പാണ്, ഇതേപോലെ നമ്മൾ അരിയൊക്കെ, ഇതിപ്പം ഞാൻ കാണിക്കുന്നത് നെല്ലുകുത്തി അരിയാണ് കേട്ടോ. നമ്മളെ പൊടിയരി കഞ്ഞിക്കൊക്കെ എടുക്കുന്ന ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ഈ ഒരു അരിയിൽ എന്ന് പറയുമ്പോൾ ഇത് കുറേ 4-5 മാസമായി. അതുകൊണ്ട് തന്നെ ഈ അരി ഇങ്ങനെ കട്ട കെട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട കെട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കഷ്ണം ചിരട്ടേൻ്റെ കഷ്ണം അതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ അരിയല്ല, ഏത് അരിയായാലും കുഴപ്പമില്ല. റേഷൻ കടയിലൊക്കെ കിട്ടുന്ന അരിയിലൊക്കെ കുത്തനുണ്ടാവുമല്ലോ, ആ ഒരു കുത്തനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു പാത്രത്തിലേക്ക്, കൊത്തനുള്ള ഈ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക, നമ്മളെ സുർക്ക. അതിനുശേഷം അതിൻ്റെ ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു കൊത്തനൊക്കെ മുകളിലേക്ക് പൊന്തി വന്നിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വന്ന് നിൽക്കും കേട്ടോ. അതിനടുത്ത് നമുക്ക് കളയാവുന്നതാണ്.
അപ്പോൾ ഒരു ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്തൊരു ടിപ്പാണ് ഇതേപോലത്തെ കുറച്ച് കോയിൻസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് കോയിൻസ് എടുത്തിട്ട് 1 രൂപേൻ്റെയോ 2 രൂപേൻ്റെയോ എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൻ്റെ അടിയത്തെ ഒരു സ്റ്റാൻഡില്ലേ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഐസ് ക്യൂബ്സിന് സമമായിട്ട് കുറച്ച് നല്ല രീതിക്ക് തണുത്ത് വരില്ലേ, അതിനുശേഷം അതെടുത്തിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയോ അല്ലെങ്കിൽ തടിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊരു ചൈനീസ് ചികിത്സാ രീതിയാണ് കേട്ടോ. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കണ്ണിനൊക്കെ വേദനയോ അല്ലെങ്കിൽ പോളക്കുരു പോലത്തെ എന്തെങ്കിലും കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഒരു കോയിൻ എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിലേക്ക് അതിൽ അമർത്തി ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം നല്ല രീതിക്ക് തന്നെ മാറിക്കിട്ടും കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്